ടൗൺ ഹാൾ 10 മുതൽ അങ്ങോട്ട് എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ട്രൂപ്പാണ് ഹൈബ്രിഡ് ആർമി. അത് ഭയങ്കര സ്ട്രോങ് ആർമിയാണ്. അപ്പോൾ നമുക്കിന്ന് ടൗൺ ഹാൾ 11 എങ്ങനെ ഹൈബ്രിഡ് ആർമി യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഹേ ഗായ്സ്, ടൗൺ ഹാൾ 10 എങ്ങനെ ഹൈബ്രിഡ് ആർമി യൂസ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ടൗൺ ഹാൾ 11 വരുമ്പം മൈനേറ്റ്സിന് 2 ലെവൽ കൂടും. ടൗൺ ഹാൾ 10 മാക്സ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. അതേപോലെ ടൗൺ ഹാൾ 11 മാക്സ് ലെവൽ എന്ന് പറയുന്നത് മൈനേറ്റ്സിൻ്റെ മാക്സ് ലെവൽ എന്ന് പറയുന്നത് ലെവൽ 5 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഹോക്സും ഉണ്ടല്ലോ. ടൗൺ ഹാൾ 10 ലെവൽ 6, ടൗൺ ഹാൾ 11 ലെവൽ 7. ഒരു ലെവലിൻ്റെ ചേഞ്ച് ഉള്ളൂ. മൈനേഴ്സിന് 2 ലെവലിൻ്റെ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ CWLൊക്കെ നടക്കുമല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഈ ക്ലാൻ വാറിനൊക്കെ ഈ CWLനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ CC ട്രൂപ്പും ബെസ്റ്റ് CC ട്രൂപ്പ് ഏതാണെന്ന് ഒരു കൺഫ്യൂഷൻ കാണും. അപ്പോൾ ഞാൻ കുറച്ച് അറ്റാക്സിലൂടെ അത് കാണിച്ചു തരാം ഏത് ട്രൂപ്പാണ് ബെസ്റ്റ് എന്ന്. ഗൈസ്, അപ്പോൾ ഞാൻ ആ ട്രൂപ്പിനെ കുറിച്ച് ഡയറക്റ്റ് പറഞ്ഞു തരത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഈ അറ്റാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ജീസസ് എന്ന് പറയുന്ന പ്ലെയർ യൂസ് ചെയ്യുന്നത് ക്വീൻ വോക്ക് ഹൈബ്രിഡ് അറ്റാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ അറ്റാക്കിൽ അവൻ്റെ ക്വീൻ വോക്ക് ചെയ്ത് പോകുമ്പോൾ ആ ക്വീനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ഈ CC ട്രൂപ്സ് ആണ്. അപ്പോൾ ഏത് CC ട്രൂപ്പാണ് ആ ക്വീനെ പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ ഈ CC ട്രൂപ്പിനെ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഡ്രാഗ് അറ്റാക്കിന് പോലും ഒരു ചാൻസും ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് അതൊരു സർപ്രൈസാണ് ഏത് ട്രൂപ്പാണെന്നുള്ളത്. അത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും എത്ര പെട്ടെന്നാണ് ക്വീനെ ആ CC ട്രൂപ്പ് ഡിസ്ട്രോയ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അത് നല്ല ഹയർ ലെവൽ പ്ലെയറാണ്. ഇത് കണ്ടോ 73 ലെവൽ ക്വീനൊക്കെയാണ്, ഓൾമോസ്റ്റ് മാക്സ് ആകാറായ ക്വീനൊക്കെയാണ്. ഇത് കണ്ടോ ക്വീനെ റേജ് ചെയ്തൊക്കെ അവൻ അറ്റാക്ക് ചെയ്തത്, പക്ഷേ ഈ CC ട്രൂപ്പ് അവൻ്റെ ക്വീനെ പെട്ടെന്ന് തന്നെ എടുത്ത് കളയും. ഇത് ഞാൻ കാണിച്ചു തരാം എന്താണ്. ഇപ്പോൾ CC ട്രൂപ്സിനെ ലൂർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ 3 സൂപ്പർ മിനിയൺ ഉണ്ട്. അതേപോലെ തന്നെ 1-2 ഹെഡ് ഹണ്ടർ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ഹീറോയുടെ കാര്യം കട്ടപ്പോകാം. ഹീറോ അല്ല ഏത് ട്രൂപ്പാണെങ്കിലും. ഗോബ്ലിൻസും ഉണ്ട്. അത് കണ്ടോ പെട്ടെന്ന് തന്നെ ആ സൂപ്പർ മിനിയൻസ് നമ്മുടെ ക്വീനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടോ. അതുമല്ല സൂപ്പർ മിനിയൺ ഇത് കണ്ടോ ഒരു റേഞ്ചിൽ നിന്നിട്ടാണ് ആ ക്വീനെ ഡിസ്ട്രോയ് ചെയ്തത്. ഓക്കെ, അത് കാരണം 3 സ്റ്റാർ അറ്റാക്സ് ഒക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ CCയെ ഡിസ്ട്രോയ് ചെയ്ത് കളിക്കേണ്ടി വരും. ഇത് എനിക്ക് തോന്നുന്നു ലോവർ ടൗൺ ഹാൾസിലും ഇത് വർക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് CWLലും അതേപോലെ തന്നെ ക്ലാൻ വാറിലും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു CC ട്രൂപ്പാണിത്. ഓക്കെ, ഞാൻ ഒരു അറ്റാക്ക് കൂടെ കാണിക്കാം. എൻ്റെ പവർ കാണിക്കാം. ഗൈസ്, ഈ അറ്റാക്ക് കൂടെ നോക്കിക്കോ. ഇതിൽ ആക്ച്വലി നേരത്തെ അറ്റാക്കിൽ സത്യം പറഞ്ഞാൽ ക്വീനെ കുറേ ഡിഫൻസസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പറയാം. ഈ അറ്റാക്കിൽ ക്വീനെ വലിയ ഡിഫൻസസ് ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല. അതുമല്ല ഫുൾ ഹെൽത്തിലിരുന്ന ക്വീനെ ഈ നമ്മുടെ CC ട്രൂപ്പ് പെട്ടെന്ന് തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാണാം. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നിന്നായിരിക്കും അവൻ ക്വീനെ റിലീസ് ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിൽ നിന്ന് ക്വീനെ റിലീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്വീൻ CCയുടെ റേഞ്ചിലോട്ട് CCയെ അവൻ ഹോക്സിനെ വെച്ചായിരുന്നു തോന്നുന്നു റിലീസ് ചെയ്യുന്നത്. CC ഈ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, കുറച്ചൊന്ന് ഓടിച്ചു വിടാം CCയെ റിലീസ് ചെയ്യുന്നിടം വരെ. ഓക്കെ, CCയെ റിലീസ് ചെയ്തു. ഇത് കണ്ടോ, ഞാൻ സ്ലോ മോഷനിൽ കാണിക്കാം. ഇത് കണ്ടോ ക്വീൻ്റെ ഹെൽത്ത് കണ്ടോ, ഫുൾ ഹെൽത്ത് ഉണ്ട്. പക്ഷേ ആ മിനിയൻസിൻ്റെ ഡ്രോപ്സ് കണ്ടോ എത്ര പെട്ടെന്നാണ് ആ ക്വീനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് നോക്കി. ക്വീന് തന്നെ നല്ല HP ഉണ്ട്. ഇത് കണ്ടോ ക്വീൻ്റെ എബിലിറ്റി യൂസ് ചെയ്തു എങ്കിലും ആ മിനിയണിൻ്റെ ഡ്രോപ്സ് അത് ആ ക്വീൻ്റെ അടുത്ത് എത്തി. ഓക്കെ, എബിലിറ്റി യൂസ് ചെയ്താലും കാര്യമില്ല. അത് എന്താണേലും അത് നേരത്തെ വിട്ട ആ ഡ്രോപ്സ് ആ ക്വീൻ്റെ അടുത്ത് എത്തുന്നിടം വരെ എബിലിറ്റി യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നേരത്തെ തന്നെ യൂസ് ചെയ്യേണ്ടി വന്നത്. അതേപോലെ തന്നെ നമ്മുടെ ട്രൂപ്സിനെയും ഇതൊക്കെ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യും. ഗൈസ്, അപ്പോൾ നമുക്കിനിയും മെയിൻ അറ്റാക്കിലേക്ക് കിടക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് അറ്റാക്ക്. ഗൈസ്, അപ്പോൾ ഈ ബേസിലാണ് എൻ്റെ ക്ലാനിലെ ഒരു മെമ്പറായ രോഹിത് ഈ സാപ്പ് ഹൈബ്രിഡ് അറ്റാക്ക് യൂസ് ചെയ്യുന്നത്. സാപ്പ് ഹൈബ്രിഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CCയെ
നമ്മൾ സാപ്പ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് സ്പെല്ലും അതേപോലെ തന്നെ എർത്ത് സ്പെല്ലും യൂസ് ചെയ്ത് CCയെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ അറ്റാക്സ് സാധാരണ യൂസ് ചെയ്യുന്ന CCയുടെ അടുത്തായിട്ട് ഇത് കണ്ടോ, ഇൻഫെർണോ ടവർ, അതേപോലെ തന്നെ ഈഗിൾ ആർട്ടിലറി, അങ്ങനെ ഹൈ വാല്യൂ ഡിഫൻസസ് ഈ CCയുടെ അടുത്തായിട്ട് വരുന്ന ബേസിലാണ് ഈ അറ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ ടൗൺ ഹാൾ 9 പോലെയാകും, ഇത്ര ഇൻഫെർണോയും ഈ ഈഗിൾ ആർട്ടിലറി എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ അറ്റാക്കിലേക്ക് കിടക്കാം. അവനൊരു ടൗൺ ഹാൾ 11 ആണ് കേട്ടോ, ഇതുണ്ടോ ലെവൽ 38 50 ഹീറോസൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവൻ്റെ ആർമിയുടെ കോമ്പോസിഷനിൽ 7 ലൈറ്റിംഗ് സ്പെല്ലും ഒരു എർത്ത് ക്വേക്കും ഉണ്ട്. അത് CCയുടെയും അതേപോലെ തന്നെ ഇൻഫെർണോയെയും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതി ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ 7 ലൈറ്റിംഗ് സ്പെല്ലും ഒരു എർത്ത് ക്വേക്കും കൂടെ യൂസ് ചെയ്യുമ്പം അത്രയും ഡിഫൻസസ് ഡിസ്ട്രോയ് ആയി. ഇനി അവൻ ക്വീൻ വോക്കും അതേപോലെ തന്നെ സീജ് ബറാക്കിനെയും ഡ്രോപ്പ് ചെയ്യും. ക്വീൻ വോക്ക് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ക്വീന് ചാർജ് ചെയ്യുക ഉള്ളിലോട്ട്, ഒരു വോൾ ബ്രേക്കറിനെ യൂസ് ചെയ്ത് ഉള്ളിലോട്ട് ചാർജ് ചെയ്തു. സൂപ്പർ വോൾ ബ്രേക്കർ ആയിരുന്നു. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും കിങ്ങിനെയും അതേപോലെ തന്നെ സീജ് ബറാക്കിനെയും യൂസ് ചെയ്ത് റൈറ്റ് സൈഡും ഫണൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അവൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഒരു വോൾക്കിനെ യൂസ് ചെയ്ത് ഈ ഒരു ബിൽഡിങ്ങും ഫണൽ ചെയ്തു. അതൊക്കെ ഒരു പെർഫെക്റ്റ് ഫണലിങ്ങിൻ്റെ എക്സാമ്പിൾ. ഒരു ട്രൂപ്പിനെയൊക്കെ 8 സ്പേസ് യൂസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തു. അപ്പോൾ അവൻ്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആർമിയെ സെൻട്രലിലോട്ട് പാസ് ചെയ്യുക എന്നുള്ള. ഇപ്പോൾ 2 സൈഡും ഫണലായതുകൊണ്ട് അവൻ ഹോക്സിനെ മൈനേഴ്സിനെ എല്ലാം സെൻട്രലിൽ റിലീസ് ചെയ്തു. ആദ്യമേ മൈനേഴ്സിനെ ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് ഹോക്സിനെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എത്ര പെട്ടെന്നാണ് ഇത് കണ്ടോ, സെൻട്രലിലെ ആ ഡിഫൻസ് എല്ലാം പോയത് കൊണ്ട് നമ്മുടെ എത്ര ട്രൂപ്സ് മിച്ചം വന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ക്വീൻ വോക്കും സക്സസ്ഫുൾ. ഇത് ഇങ്ങനത്തെ ബേസ് എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് അറ്റാക്കിന് ബെസ്റ്റ് ആയിട്ടുള്ള ബേസാണ്, വലിയ കമ്പാർട്ട്മെൻ്റ് ഒന്നും ഇല്ലാത്ത ബേസുകൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് കണ്ടോ, എത്ര ആ സെൻട്രലിലെ ആ ഈഗിൾ ആർട്ടിലറി ഒക്കെ എടുത്ത് കളഞ്ഞപ്പോൾ നമ്മുടെ ട്രൂപ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് വലിയ ഡിഫൻസസ് ഇല്ല. അതുമല്ല ഇത് കണ്ടോ, നമ്മുടെ ഹീലേഴ്സ് സ്വിച്ചായി, അതൊരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വല്ലോ 1-2 ഹോക്സോ മൈനേഴ്സോ വല്ലതും ഡിസ്ട്രോയ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് കണ്ടോ കുറേ ട്രൂപ്സ് മിച്ചമുണ്ട്. ലാസ്റ്റ് ബിൽഡിങ്ങും അങ്ങനെ ഡിസ്ട്രോയ് ചെയ്തു. ഓക്കെ, ഇതാണ് ഗൈസ് ആർമിയുടെ കോമ്പോസിഷൻ. ഓക്കെ ഗൈസ്, ഹൈബ്രിഡ് അറ്റാക്കിൻ്റെ വേറൊരു വേർഷനോടെ ഞാൻ കാണിച്ചു തരാം. അത് ഹൈബ്രിഡ് അല്ലായിരുന്നു, ഇത് ജസ്റ്റ് സ്പെൽസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് അറ്റാക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഹൈബ്രിഡ് അറ്റാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും എടുത്ത് കളയേണ്ട 2 സംഭവം, ഒന്ന് ക്ലാൻ ഗ്യാസിലും അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഈഗിൾ ആർട്ടിലറിയും ഒക്കെ ഒന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഈ ബേസ് എന്ന് പറയുന്നത് ഫുള്ളി മാക്സ്ഡ് ബേസാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇത് കണ്ടോ ഇൻഫെർണോ എല്ലാം മാക്സ് ആയിട്ടുള്ള ഒരു ബേസാണ്. അതേപോലെ തന്നെ ഈഗിൾ ആർട്ടിലറി. അപ്പോൾ അവൻ അറ്റാക്ക് പ്രൊസീഡ് ചെയ്യുന്ന ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ക്വീനെ ചാർജ് ചെയ്ത് ഈഗിൾ ആർട്ടിലറി ഡിസ്ട്രോയ് ചെയ്താണ് അവൻ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റാക്കിലേക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവൻ സൂപ്പർ വോൾ ബ്രേക്കറിനെ യൂസ് ചെയ്ത് ഇവിടെ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ക്വീനെയും അതേപോലെ തന്നെ ഇത് കണ്ടോ ഒരു കോക്കോ ലൂണിനെ യൂസ് ചെയ്ത് പിന്നെ ഹീലേഴ്സിനെ യൂസ് ചെയ്ത് ക്വീൻ ചാർജ് സ്റ്റാർട്ട് ചെയ്തു. കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്കല്ലേ ക്വീനെ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ക്വീൻ ചാർജ്. അതേപോലെ തന്നെ ക്വീനെ ഫണൽ ചെയ്യാനായിട്ട് ഇത് കണ്ടോ ഒരു ബേബി ഡ്രാഗൺ, 2 ഇടത്തും ഫണലിംഗ് ട്രൂപ്സിനെ യൂസ് ചെയ്തു. ഒരു ബേബി ഡ്രാഗണെ അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഒരു വോൾക്കിനെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, മറ്റേ സൈഡിലെ ഫണൽ പെർഫെക്റ്റ് അല്ലായിരുന്നു എങ്കിലും ഇതുണ്ടോ ക്വീനെ ഉള്ളിലേക്ക് കയറ്റി. അതേപോലെ തന്നെ ഒരു സൂപ്പർ വോൾ ബ്രേക്കറിനെയും കൂടെ യൂസ് ചെയ്ത് 2ാമത്തെ കമ്പാർട്ട്മെൻറ്റും ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ആക്സസ് ആണ് ഇപ്പം ഈഗിൾ ആർട്ടിലറിയിലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നേരെ ക്വീൻ ഇത് കണ്ടോ ഈഗിൾ ആർട്ടിലറിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അടുത്ത ടാർഗറ്റ് മിക്കവാറും CC ട്രൂപ്സ് ആയിരിക്കും. അത്രയും ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താഴത്തെ സൈഡിൽ നിന്നാണ് തോന്നുന്നു ഇവൻ ഹൈബ്രിഡ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ CCയെ കില്ല് ചെയ്യുന്നതൊന്ന് ജസ്റ്റ് ഓടിച്ചു വിടാം. ഓക്കെ, CCയെ ഇപ്പോൾ ലൂർ ചെയ്തു. പോയിസൺ സ്പെല്ല് മാക്സ് പോയിസൺ, CCയിലെ മാക്സ് പോയിസൺ സ്പെല്ല് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഡ്രാഗിനെ അതേപോലെ തന്നെ ലൂണിനെ ഡിസ്ട്രോയ് ചെയ്തു. ഓക്കെ, ഇനി താഴത്തെ സൈഡിൽ നിന്ന് ഇത് കണ്ടോ സീജ് ബറായ്ക്കും അതേപോലെ തന്നെ കിങ്ങിനെ യൂസ് ചെയ്ത് നമ്മുടെ ട്രൂപ്സിനെ എല്ലാം ഒരു എൽ ഷേപ്പ്, ഇത് കണ്ടോ ഈ ബേസ് ഫുള്ളായിട്ട് ഒരു എൽ ഷേപ്പ് ആക്കി. ഇനി ട്രൂപ്സിനെ റിലീസ് ചെയ്തു. മൈനേഴ്സ് പിന്നെ പുറകെ ഹോക്സിനെ യൂസ് ചെയ്തു. ഓക്കെ,
എന്നിട്ട് ഹീലിംഗ് സ്പെൽ യൂസ് ചെയ്യുന്നിടത്തെല്ലാം ഹീലിംഗ് സ്പെൽ യൂസ് ചെയ്യുക. ആക്ച്വലി ഇത് ഇച്ചിരി പെട്ടെന്നായിപ്പോൾ ഹീലിംഗ് സ്പെൽ യൂസ് ചെയ്തത്, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഓക്കെ, ടൈറ്റ് ഡിഫൻസസ് ഒക്കെ വരുമ്പോൾ മാത്രം, സ്പ്ലാഷ് ഡാമേജ് ഉള്ള ഡിഫൻസസ് വരുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി ഹീലിംഗ് സ്പെല്ല്. ഹീലിംഗ് സ്പെല്ല് ഇച്ചിരി ഏർലി ഹീലിംഗ് സ്പെല്ലായിപ്പോയി. ഓക്കെ, എന്നിട്ട് ഇത് കണ്ടോ, ഇനിയും ഇത് കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലാഷ് ഡാമേജും അതേപോലെ തന്നെ ഈ ടെസ്ല ഫാം ഉണ്ട്, കുറേ ടെസ്ലാസ് കൂടിയിരിക്കുവാണെങ്കിൽ അതും പെട്ടെന്ന് ട്രൂപ്സിനെ ഡിസ്ട്രോയ്. അവിടെയൊക്കെ ഒന്ന് ഹീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ഹീലിംഗ് സ്പെല്ലെല്ലാം തീർന്നു. ആദ്യത്തെ ഒരു ഹീലിംഗ് സ്പെല്ല് സേവ് ചെയ്യുമായിരുന്നെങ്കിൽ ഈ അറ്റാക്ക് ഇച്ചിരിയും കൂടെ OP ആയേനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂപ്സിനെ എല്ലാം നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ക്വീൻ വോക്കാണ് നമ്മുടെ ഫുള്ള് ബേസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഹീറോസ് എല്ലാം ബാക്കി വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു എന്താ പറയുന്നത്, ഹീറോസാണ് ഈ അറ്റാക്കിനെ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്രേ ഉള്ളൂ ഗൈസ്, ഹൈബ്രിഡ് അറ്റാക്ക് അത്രേ ഉള്ളൂ. ഇതാണ് ആർമിയുടെ കോംബോ. ഗൈസ്, ഞാൻ ഓൾറെഡി ടൗൺ ഹാൾ 10-ൻ്റെ ഹൈബ്രിഡ് അറ്റാക്കിൻ്റെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൗൺ ഹാൾ 11-ൻ്റെ ഗൈഡ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതലും നോക്കേണ്ട ഈഗിൾ ആർട്ടിലറി ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ CC ട്രൂപ്സിനെ ഡിസ്ട്രോയ് ചെയ്യുക. ഈ രണ്ട് ഒബ്ജക്റ്റീവ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് അറ്റാക്ക് സൂപ്പറായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഹൈബ്രിഡ് അറ്റാക്ക് നന്നായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഹയർ ലെവൽ ടൗൺ ഹാൾസിലോട്ട് കയറുമ്പോൾ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഹാൾ 10, 11, 12, പിന്നെ അതേപോലെ തന്നെ 13 വരെ എല്ലാ ആൾക്കാരും എന്ന് വെച്ചാൽ പ്രോ പ്ലെയേഴ്സൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു അറ്റാക്കാണ് ഈ ഹൈബ്രിഡ് അറ്റാക്ക്. മാക്സ് ബേസിസിനെയൊക്കെ നിങ്ങൾക്ക് പുല്ല് പോലെ റീസ്റ്റാർ ചെയ്യാൻ പറ്റും ഹൈബ്രിഡ് അറ്റാക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ എക്സൈറ്റിംഗ് കണ്ടൻറ്റുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, സീറോ കൂൾ സൈനിങ് ഓഫ്.